പ്രിയമുള്ളവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ്. പ്രത്യേകിച്ച് ഇത് പ്രവാസികൾ കാണണം. ഓക്കെ, ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്ത് പോരുത്. ഈ ബഷീർ എന്ന് പറയുന്ന വ്യക്തി പല ആളുകൾക്കെതിരെയും വളരെ മോശമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു കാര്യമില്ലാതാണ്. ഇപ്പോൾ അഷ്റഫ് താമരശ്ശേരിക്കെതിരെ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഒരു 3 ദിവസം മുന്നേ ഒരു മനുഷ്യനെ, ഒരാളെ അദ്ദേഹത്തിൻ്റെ കൂടെ മാസ്ക് ഇട്ടിരുത്തിക്കൊണ്ട് അയാളുടെ കയ്യിൽ നിന്നും 7000 ദിർഹം വാങ്ങിച്ചു. അഷ്റഫ് താമരശ്ശേരി മയ്യത്ത് പരിപാലനത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു എന്നാണ് അതിൽ എഴുതി കാണിക്കാൻ. അതാണ് അയാൾ പറയുന്നുണ്ട് 2000 ദിർഹം അഷ്റഫ് താമരശ്ശേരിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. ഞാൻ അല്പം മെനക്കെട്ടിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് തേടി പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. ഞാൻ അദ്ദേഹത്തെ ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് നേരിൽ സംസാരിക്കാം, നിങ്ങൾ വരൂ. അത് ചെറിയൊരു ട്രാപ്പ് പറ്റിയിട്ടുണ്ട്, ഒരു ട്രാപ്പ് ആയതാണ്. ഞാൻ കരുതി കൂട്ടി പറഞ്ഞതല്ല വീഡിയോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോഴിക്കോട് പോയി. അദ്ദേഹം കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരെ പോകണം, മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞ് പോകണം. അപ്പം ഞാൻ അവിടെ പോയി, ഞാൻ അദ്ദേഹത്തെ കണ്ടു. വളരെ നല്ല സ്വീകരണമായിരുന്നു. അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങി. ബഷീർ, എന്തിനാണ് ബഷീറെ നീ ഇത്രത്തോളം സമൂഹത്തിൽ തരം താഴ്ന്നത്? ബഷീറെ, ഒരാളെ നിനക്ക് പറ്റുമെങ്കിൽ ആ താമരശ്ശേരിയൊക്കെ നാട്ടിൽ വരുമ്പോൾ ഈ ഇരുട്ടത്തുനിന്ന് കല്ലെടുത്ത് എറിഞ്ഞൂടെ എനിക്ക് ബാക്ക് കൂടി പോയിക്കാണ്ട്? അല്ലെങ്കിൽ ഞാനൊക്കെ അവിടെ വരുമ്പോഴേ ഇരുട്ടത്തോടെ അതൊക്കെ അതിനൊക്കെ പിന്നെ ഒരു അന്തസ്സുണ്ട്. അല്ലെങ്കിൽ 4 ആൾക്കാരെ വിട്ട് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുണ്ടൊരു അന്തസ്സ്. എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരാളില്ലാത്ത അടിച്ച് തകർക്കണതിനാണ്? എന്താണ് എനിക്ക് അതിൽ ഗുണം കിട്ടുന്നത്? ബഷീറെ, നീയൊക്കെ ഭയങ്കര, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ കുറെ കാലം മുന്നൊക്കെ ഇങ്ങനെ കാണലുണ്ട് ഒരു വീഡിയോയിലൊക്കെ. ഞാൻ ഭയങ്കര സംഭവക്കാരെന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഇത്രത്തോളം തരം താഴ്ന്ന ആളാണ് ബഷീറേജി. ഒരാളെ ഇങ്ങനെ സമൂഹത്തിൽ തകർക്കല. എന്താണ് എനിക്ക് ഗുണം? അയാൾ ആ മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ എവിടെയെങ്കിലും പറഞ്ഞോ 2000 ദിർഹം ഞാൻ അഷ്റഫ് താമരശ്ശേരിക്ക് കൊടുത്തു എന്ന്? ഒരു പൈസ അഷ്റഫ് താമരശ്ശേരിക്ക് അയാൾ കൈകൊണ്ട് കൊടുത്തിട്ടില്ല. അറിയോ നിനക്ക്? ഇനി ഇതിന്റെ പുറമെ ഇതിന്റെ പിന്നാലെ വേറെ വീഡിയോ ആയിട്ട് വരണം. പിന്നെ എനിക്ക് പലതും എനിക്ക് ഇതിൽ ഇടേണ്ടി വരും. ഇനി മറുപടിയുമായി ഈ വിഷയത്തിൽ മറുപടിയായി വരണം. കാരണം ഇതൊരു മരിച്ച കേസാണ്. ആ മരണപ്പെട്ട ആൾ ആരാണെന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ ആൾ നിന്റെ കൂടെ ഇരുന്ന ആളെ പേരും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു മരണപ്പെട്ട കേസാണ്. ഇങ്ങനെ സമൂഹത്തിൽ വലിച്ചേക്കേണ്ട ഒരു സംഗതിയല്ലത്. എനിക്കും ഇനി വീണ്ടും അത് പറയാൻ ഇതുണ്ട്. പക്ഷെ നീ ഇപ്പൊ ഇന്നലെ ഇട്ടൊരു വീഡിയോയിലും നീ പറയുന്നുണ്ട് 2000 ദിർഹം കൊടുത്തതിന്റെ ഒരാളെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് ഇല്ലാത്ത കള്ളം പറയുന്നത്? ബഷീറെ, നല്ല രീതിയിൽ ജീവിക്കേ മനുഷ്യന്മാരുടെ ഇടയിലേ. നീ MDFന്റെ എന്തോ വലിയ സംഭവമാണ്, പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഇതേമാതിരി പൊള്ളു പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കുറ്റവാളിയാക്കി നിർത്തിയേ. ഒരിക്കലും ഇത് ചെയ്യരുത് ബഷീറെ. ഇതിനെക്കാട്ടൊക്കെ വേറെ വല്ല പണിക്കും പോയി കഴിയേ. ആളുകൾ ഇങ്ങനെ സമൂഹത്തിൽ ഇതാക്കരുത്. നീ എൻ്റെ നേരെ കുറേ ദിവസം ഇപ്പം ഇങ്ങനെ വടിയെടുത്ത് കൂടെ അതും നിർത്തിക്കാളെ. അതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ കരിപ്പൂർ എയർപോർട്ടിനെ പറ്റി പറയാം. നീ ആരാ ബഷീറെ? നീയും കരിപ്പൂർ എയർപോർട്ട് തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നിനക്കുള്ള അതേ ബന്ധം എനിക്കില്ലേ കരിപ്പൂർ എയർപോർട്ടുമായിട്ട്? വെറുതെ കരിപ്പൂർ എന്റേതാണ്, കരിപ്പൂരിനെ തകർക്കാൻ നോക്കുന്നു. DGP അവർക്ക് പരാതി കൊടുത്തിരിക്കുന്നു, ഞാൻ കരിപ്പൂർ തകർക്കാൻ പോവാണ്, അവിടുത്തെ ജീവനക്കാരെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്നുള്ളത്. നീ ആരാന്ന് പറയാന്? നിനക്ക് എന്താ അവകാശമുള്ളതാ പറയണ്ടേ? നിനക്ക് പറയാനാണോ? നീ പറഞ്ഞല്ലോ നെഗറ്റീവ് പോസിറ്റീവ് കണ്ടാൽ നെഗറ്റീവ് കണ്ടാൽ ഞാൻ വിളിച്ചു പറയുന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ? നീ ആരാത് പറയാൻ? നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ എനിക്കും പറഞ്ഞൂടെ? നീ അല്ല അവിടെ അന്ന് പറഞ്ഞിരുന്നു ടിക്കറ്റ് എന്നെ പറ്റിച്ചു, 40 രൂപ അത്ര കൂടുതൽ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ നിനക്ക് പറയാൻ? എനിക്ക് പറയാൻ പറ്റില്ല? ഞാൻ എന്താ കള്ളം പറഞ്ഞതാ? എന്റെ ഗസ്റ്റിന്റെ പെട്ടി കീറി എന്ന് പറഞ്ഞ കള്ളം പറഞ്ഞതാ? ഇനി ഞാൻ കള്ളം പറഞ്ഞു, നീ ആരോ പറയാൻ? കരിപ്പൂർ എയർപോർട്ടും നീയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നീ ഇങ്ങനെ വലിയ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടല്ലോ. സൗദി എയർലൈൻസ് ഇപ്പം അടുത്ത് വരുന്നുണ്ടോ എന്ന് പലരും നിരന്തരം ചോദിക്കുന്നു, പലരും നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് ആര് മെസ്സേജ് അയച്ചെന്ന് പറയുന്നത്? നിന്റെ ഒന്നുമില്ലെങ്കിലും നീ ഇടുന്ന ഈ പോസ്റ്റുകളുടെ താഴെ കമന്റുകളൊന്ന് പോയി നോക്കാം ബഷീറെ. എന്റെ പോസ്റ്റ് ഉണ്ടല്ലോ നിനക്കെതിരട്ട പോസ്റ്റ്, അതിന്റെ അടിയിൽ കമന്റുകളൊന്നും നോക്കേ. ഭൂരിഭാഗം കമന്റുകളും നിനക്ക് എതിരല്ലേ. ഒരാളെങ്കിലും അതിൽ അനുകൂലമായിട്ട് പറയുന്നില്ല. ഇതിന് നിന്റെ പോസ്റ്റിൽ നീ ഷെയർ ചെയ്യുന്ന പോലും നീ തന്നെ സ്വയം ഷെയർ ചെയ്യണം. 350-400 ഷെയറുകൾ നോക്കി ഞാൻ ലിസ്റ്റ് നോക്കുമ്പോൾ എല്ലാം നീ തന്നെ സ്വയം ഷെയർ ചെയ്യണം പല ഗ്രൂപ്പുകളിലും പോയിട്ട്. എന്തെങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തിനായിരുന്നു അവരാ ഇതിലേക്ക് വലിച്ചയച്ച്? നീ 2 ആളുകൾ, എത്ര ആളുകൾ നീ ആ പാവപ്പെട്ട മരിച്ച വളരെ പാവപ്പെട്ട കുടുംബമാണ് അവിടെ പോയി പറഞ്ഞ കള്ളം എന്താണ്? എന്താ നീ പറഞ്ഞത്? ഇവിടെ എംബാം ചെയ്തതിന്റെയും ടിക്കറ്റിന്റെയും കാശ് എന്താ പറഞ്ഞേ? റീഫണ്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് അല്ലേ?
ഗവൺമെന്റ് റീഫണ്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ ഫയലുകൾ തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടല്ലേ നീ ആ ഫയൽ അവിടെ എടുത്തുകൊണ്ടായത്? അതുമായി സംസാരിക്കാനെന്ന് പറഞ്ഞിട്ടല്ലേ ഈ പാവങ്ങളെ നീ അങ്ങോട്ട് നിന്റെ വീട്ടിലേക്ക് കൊണ്ടായത്? വീഡിയോ എടുക്കുന്ന കാര്യം നീ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞോ നിന്നോട് 2000 ദിർഹം ഞാൻ അഷ്റഫ് താമരശ്ശേരിക്ക് കൊടുത്തിട്ടുണ്ടെന്ന്? ഒരു പൈസ അഷ്റഫ് താമരശ്ശേരി കൊടുത്തിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം അഷ്റഫ് താമരശ്ശേരിയോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ അഷ്റഫ് താമരശ്ശേരി ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അതുവരെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊന്നും എന്നെ കൊണ്ട് വിളമ്പിപ്പിക്കണ്ട, ഞാൻ തെളിവ് സഹിതം ഞാൻ ഇവിടെ നന്നായിട്ട് നിരത്തി വിളമ്പും. ഞാൻ പിന്നെ ആ ആളുകളെ ഇതിലേക്ക് വലിച്ചേക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഒരു ആളോട് നീ ഇങ്ങനെ ചെയ്യരുത്. ആ പാവത്തിന് നീ കുറ്റക്കാരനാക്കില്ല ഇപ്പൊ എല്ലാവരുടെ ഇടയിലും. ഒരു വീഡിയോ നീ നിർബന്ധപൂർവ്വം എടുപ്പിച്ചിട്ട് പിന്നെ നീ പറയുന്നുണ്ടല്ലോ വീഡിയോയില് താമരശ്ശേരി അഷ്റഫ് തുറന്നങ്ങോട്ട് പറയും. ബഷീറെ, ഇതിനെ നീ പേടിക്കണേ? താമര ശവന്തീനി തുറന്നിങ്ങോട്ട് പറയേ. അഷ്റഫ് താമരശ്ശേരി ശവന്തീനി എന്നങ്ങോട്ട് പറയേ. എന്താ നിനക്ക് പറയാൻ പേടി? നീ ആരെ പേടിക്കണേ? നീ പറഞ്ഞാൽ നിനക്ക് ഭയങ്കര ധൈര്യം എന്നൊക്കെ. നീ എന്തിനു പേടിക്കേണ്ട ആവശ്യം എന്താ? തുറന്നിട്ട് പറയും. ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടാ പറയുന്നത്, KM ബഷീർ എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടാ ഞാൻ പറയുന്നത്. ഇനി നിനക്ക് എന്നോട് നീ സംസാരിക്കാണ്ടോ? നീ പറയുന്നിടത്തേക്ക് ഞാൻ വരാം, ഒരു പൊതുസ്ഥലത്തേക്ക് ഞാൻ വരാം, നമുക്ക് സംസാരിക്കാം, ഫേസ് ടു ഫേസ് സംസാരിക്കാം. ഇതിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിഴുപ്പ് അലക്കല്ല വേണ്ടത്. അത് നിനക്ക് ചേർന്നതല്ലേ? ഒരിക്കലും നീ ഇതൊക്കെ നിർത്തിക്കോ. അത് വേണ്ട. നീ പല ആളുകൾക്കെതിരെ നീ വീഡിയോ ഇട്ടിട്ടുണ്ട്, പല ആൾക്കാരും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നിനക്കെതിരെ ഒരു ഫോർജറി കേസുണ്ട്. അതിന് നീ അറസ്റ്റിലായി, നീ ജാമ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലേ? ആൾക്കാരെ കള്ളൊപ്പിട്ടാണ് നീ എന്തൊരു കൃത്രിമം കാണിച്ചില്ലേ നീ അല്ലേ? ആ എഫ്ഐആറിന്റെ കോപ്പി നമ്മുടെ കാണിക്കണം. പിന്നെ മറ്റേ മുട്ടുകയില്ലാത്തവനെ കുഞ്ഞറില്ലാത്തവനെ കളിയാക്കാൻ മാറ്റി പരിപാടി നിർത്തിക്കോ ബഷീറെ. നീ പല ആൾക്കാരോട് കളിച്ചിട്ടുണ്ടാവും. നീ അതേപോലെ എന്നോട് നീ കളിക്കാൻ വരണ്ട കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഷെരീഫ്, പിന്നെ അൽ ഹബ്ജി, ഉമ്മിനിയിൽ ഷെരീഫ്, അദ്ദേഹത്തെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട്, കമന്റ് ഇടാറുണ്ട്. പ്രത്യേകിച്ച് ആ മറുനാട് മലയാളി വിഷയത്തിലൊക്കെ ഞാൻ അദ്ദേഹത്തെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ ദുബൈയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു ഫോട്ടോ ഒക്കെ കൂടെ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഷെരീഫ് സാഹിബ്, ദയവ് ചെയ്ത് തെളിവുകളില്ലാതെ ആർക്കും എതിരെ തിരിയല്ല ഷെരീഫ്, പ്ലീസ്. വ്യക്തമായ തെളിവിന് നിന്നെ കേസ് കൊടുക്കേ. അവിടെ ദുബൈയിൽ ഉള്ള ആളല്ലേ ഷെരീഫ് കേസ് കൊടുക്കുക അയാൾക്കെതിരെ. ഞാൻ അഭിപ്രായക്കാരനാ, അയാളെ കൊടുക്കേ. അഷ്റഫ് താമരശ്ശേരിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. UAE നിയമങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. ഞാൻ UAE അത്ര വലിയ പരിചയമൊന്നുമില്ല എനിക്ക്. ഞാൻ കുറഞ്ഞ വർഷങ്ങളെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. പറ്റുമെങ്കിൽ കേസ് കൊടുക്കേ. ഞാൻ അതും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെരീഫ് സാഹിബും അതേപോലെ തന്നെ ഈ പറഞ്ഞ ബഷീറിനെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകും, ഒരു വിസ കൊടുത്തിട്ട്. ബഷീറിനൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് ദുബൈയിലേക്ക്. അതെനിക്കറിയില്ല, അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അവിടേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് പിന്നെ ഇതാക്ക്, എന്താ പറയാ, ഈ മയ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുക്കേ. കുറച്ച് മലയാളികൾക്ക് സഹായം കിട്ടട്ടെ. എന്നിട്ട് അഷ്റഫിനോട് കുറച്ച് മാറിക്കാൻ പറ. ഇനി ഞങ്ങൾ ഇത് ഏറ്റെടുത്തോളാം എന്നിട്ട് ചെയ്യേ. ഷെരീഫിനെതിരെ എന്തെല്ലാം നെഗറ്റീവ് കമന്റുകളും പോസ്റ്റുകളൊക്കെ വരാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ഷെരീഫെ, മറുനാടൻ മലയാളി, എന്തെല്ലാം ഉത്തരവാദിത്വമില്ലാതെ എന്തെല്ലാം ആരോപണങ്ങളെന്ന് ഞാൻ പറയുള്ളൂ, ഉള്ളതാണെന്നൊന്നും ഞാൻ പറയില്ല. എന്തെല്ലാം ആരോപണം നിങ്ങൾക്ക് ഉന്നയിച്ചു അല്ലേ? നിങ്ങളെ പിന്നെ സദൈനം നേരിട്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ലേ ആ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ? അതേപോലെ തന്നെയാണ് എല്ലാവർക്കും ഷെരീഫെ. അഷ്റഫ് താമരശ്ശേരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ പഠിച്ചോമ്പാതെങ്കിലും കിട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മയ്യത്തിന്റെ പേരിലൊക്കെ ആരെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. നിങ്ങൾ അങ്ങനെ പോയിക്കോ. നിങ്ങൾ ചെയ്യുന്ന കൂലി, നിങ്ങൾ ചെയ്യുന്ന ഗുണത്തിലുള്ള കൂലി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. അത് എനിക്കും താമരശ്ശേരിക്കും ഈ പറഞ്ഞ ബഷീറിനൊക്കെ ബാധകമാണ്. ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ എനിക്കെതിരെ ഒരു പെണ്ണ് കേസിൽ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച, ഒരു 10 ദിവസം മുന്നേ. ഇപ്പൊ ഈ ബഷീറുമായി ഉടക്കുണ്ടാക്കിയതിന് ശേഷം, ബഷീറുമായി ഞാനല്ല, അയാളെ എന്നെയുമായി ഉടക്കുണ്ടാക്കിയതിന് ശേഷം ഉണ്ടായ ഒരു സംഭവമാണത്. ഇപ്പോ അഷ്റഫ് താമരശ്ശേരിക്കും ഇപ്പൊ ഒരു കോള് വന്നിട്ടുണ്ട്. ഏതോ ഒരു പിന്നെ പെൺകുട്ടിയെ കൊണ്ട് അഷ്റഫിനെതിരെ ഒരു മൊഴി കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടക്കുന്നുണ്ട്, കാശ് കൊടുത്തിട്ടെന്ന്. അതിപ്പോ ഇന്നിപ്പോ കിട്ടിയ വിവരമാണ്. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആരെയും സംശയിക്കുന്നില്ല. മീൻസ് അങ്ങനെ നമ്മൾ അറിയാതെ സംശയിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ നിങ്ങൾ ഈ ബഷീറൊക്കെ ഈ പ്രവാസികളോടാണ് ഈ മഹാവൃത്തികേട് കാണിക്കുന്നത്. പ്രവാസികൾ എന്തിനാണ് നീ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ബഷീറെ? എന്തിനാണ് നീ പ്രവാസികളെ ദ്രോഹിക്കുന്നത്? പ്രവാസികൾക്ക് ദുരനുഭവങ്ങൾ എയർപോർട്ടുകൾ ഉണ്ടായിട്ടില്ലേ ഇത്രയും കാലയളവിൽ?
ഞാൻ എയർപോർട്ട് അധികൃതർ അവിടെ പോയി ഞാൻ കണ്ടിരുന്നു. ഞാൻ കുറച്ച് ആളുകളെ നീ അവിടെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇടപെടാണ്ട് പ്രവാസികളുടെ കാര്യത്തിൽ. എന്നിട്ട് അവിടെ എയർപോർട്ടിൽ നിന്ന് ഒരു സാധനം ഇത്രയും കാലം മോശമായിട്ടില്ല എന്ന്, മോഷണം പോയിട്ടില്ല എന്നുള്ളത് നീ എങ്ങനെ ആധികാരികമായിട്ട് പറയാ ബഷീറെ? നീ ആരാ? നീ കൂടുതലൊന്നും എന്നെ കൂടെ പറയിപ്പിക്കേണ്ട ബഷീറെ. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് നീ നേരിട്ട് വിളിച്ച വെറുതെ ഇങ്ങനെ ഇതിനൊരു മറുപടി ഞാൻ നാളെ തരാം, മറ്റന്നാൾ ഞാൻ വേറൊരു മറുപടി തരാം. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടോളുന്നില്ല. അവർക്കൊരു അലോസരം തോന്നും. എന്തെങ്കിലും നേരിട്ട് വിളിക്കുക ബഷീറെ. എൻ്റെ നമ്പർ എൻ്റെ അടുത്തില്ലേ, വിളിക്കേ. അക്കെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ നീ പറയുന്ന സ്ഥലത്തേക്ക് വരും. നീ പറയുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വാ. 3-4 ആളെ കൂടെ കൂട്ടിക്കോ. അല്ല, ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് ഒരു സീസണിൽ കോഴിക്കോട് കളക്ടർ ബ്രോ, പിന്നെ ഒരു MP, പിന്നെ ഒരു MLA ക്കെതിരെ തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ നീ ഇങ്ങനെ വലിച്ചു കീറുക. ചിലവർ നിന്റെ അടുത്തേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ബ്ലാക്ക് മെയിലിംഗ് സ്റ്റൈലിൽ കളിക്കുക. ഇതിനൊന്നും എന്നെ കിട്ടൂല ബഷീറെ. നീ എനിക്കെതിരെ നീ എന്തെല്ലാം കളികൾ കളിക്കാൻ നോക്കി. ഒരു സ്ത്രീന്റെ പേര് വരെ, ഒരു സ്ത്രീന്റെ കാര്യം വരെ പറഞ്ഞില്ലേ നീ? ഞാൻ എന്തോ 50 ലക്ഷം കൊടുക്കേണ്ടതൊക്കെ നീ എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നീ പറഞ്ഞത്? 50 ലക്ഷം ഞാൻ കൊടുക്കേണ്ടെന്നുള്ളത് നീ തെളിയിക്ക്. ഞാൻ 50 ലക്ഷം ഏതെങ്കിലും സ്ത്രീക്ക് കൊടുക്കാണ്ടെന്ന് നീ തെളിയിക്ക്. നീ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പകുതി തല മൊട്ടയടിച്ചിട്ട് ഞാൻ കോഴിക്കോട്ടങ്ങാടി കൂടെ ഞാൻ നടക്കും. നീയും വാ, നിന്റെ ഫേസ്ബുക്ക് ലൈവ് ഇട്ടാണ് വാ, നീ തെളിയിക്ക്. ഇനി ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം ബഷീറെ, ഇതിന് മറുപടി നീ സോഷ്യൽ മീഡിയയിൽ ഇനി തരരുത്. എന്തെങ്കിലും നേരിട്ട് വാ. ഇനിയിപ്പോൾ ഈ മരിച്ച വിഷയത്തിൽ എന്തെങ്കിലും പറയാണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടി വിളിക്ക്, ഞാനും വരാം. നമുക്ക് 3 പേർക്ക് ഇരിക്കാം. അയാൾക്ക് നിന്നോട് ചോദിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ, പരസ്യമായിട്ട് തന്നെ ചോദിക്കാനുണ്ട്. എൻ്റെ അടുത്തുണ്ട് അദ്ദേഹം തന്ന തെളിവുകൾ. അഷറഫ് താമരശ്ശേരിക്ക് കാശ് കൊടുത്തിട്ടില്ല എന്നുള്ളതും നീ നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചാണെന്നുള്ളതൊക്കെ. ഒരാളെ കൊടുക്കാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? നെറുകേടല്ലേ നീ ചെയ്യുന്നത്? പിന്നെ ആ കുട്ടിന്റെ ഒരു വീഡിയോ ഇട്ടതുമായി ബന്ധപ്പെട്ട് അഷറഫ് താമരശ്ശേരിന്റെ അയാളെ മോന് വീഡിയോ ഇട്ട് നിനക്കെന്താ ബഷീറെ? എന്റെ മോനെ എന്റെ ഒരു വിഷയത്തിൽ പ്രതികരിച്ചില്ല. 14 വയസ്സുള്ള മോൻ 2 ആൾക്കാർ ചീറ്റ് ചെയ്തതിന്റെ പേരിൽ ഇപ്പോഴും എന്റെ മോൻ പറഞ്ഞു നടക്കുന്നുണ്ട്, അവരെ ഞാൻ എന്തെങ്കിലും കണ്ടുമുട്ടും, ഞാൻ അവരെ വിടൂലെന്ന്. ഈ കാലഘട്ടത്തിലെ മക്കൾ അങ്ങനെയാണ് ബഷീറെ. നിന്റെ മക്കളായിട്ടും നിന്റെ വീട്ടുകാരായിട്ടും നിനക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ എന്നുള്ളത് നിനക്കറിയില്ല. പിതാവിനായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള മക്കൾ ചൂടായി ഇറങ്ങും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. മനസ്സിലായോ? അത്രേ അയാളെ മോനും ചെയ്തിട്ടുള്ളൂ. അയാളെ വാപ്പാക്ക് ഇതുവരെ നീയും വേറെ 1-2 ആൾക്കാരൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ മക്കളോട് സ്കൂളിൽ പോകുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കൂലേ, എന്താ നിന്റെ ഉപ്പാനെ പറ്റിയിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? അവർ പ്രതികരിക്കൂലേ? അത് ബാപ്പല്ലേ വീഡിയോ, ബാപ്പാന്റെ തീലല്ലേ ഇടുന്ന വീഡിയോ, നിനക്കെന്താ? പക്ഷെ ആ വീഡിയോ നീ ഇട്ട നിയമവിരുദ്ധാണ്. അത് നിനക്കറിയില്ല. നീ വലിയ വിവരമുള്ള ആളാണ്. എന്നെ വിവരമില്ലാത്ത ആളൊക്കെ പറയുന്നുണ്ടല്ലോ. 14 വയസ്സായ കുട്ടിന്റെ ഒരു വീഡിയോ പെർമിഷൻ ഇല്ലാതെ നിന്റെ വീഡിയോയോട് ചേർത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ നിയമവശം എന്താണെന്നറിയോ? പോയി ചോദിക്ക്. കോഴിക്കോട് ചൈൽഡ് ലൈൻ ഉണ്ട്, നിനക്കെതിരെ അവിടെ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഒന്ന് പോയി ചോദിച്ചോക്ക്. ഇനി മേലെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് ആ വിഷയത്തിൽ. അപ്പം നിനക്ക് മനസ്സിലാവും അതിന്റെ ഗൗരവം എന്താണെന്നുള്ളത്. കുട്ടികളെ അവനാണ് മക്കൾ. എൻ്റെ മോനെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പാട്ട് പാടിക്കും, സംസാരിപ്പിക്കും, അത് എൻ്റെ ഇഷ്ടമാണ്. അതിന് നീ എന്തിനെങ്ങനെ വല്ല ഇതുള്ളന്ന്? കൂടുതൽ വർത്താനൊന്നും പറയണ്ട കേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ? നിയമത്തിനെ നിന്നെക്കാളും കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? 50 വയസ്സായി എനിക്ക്. 50 വയസ്സ്. ഇതുവരെ ഇന്ത്യയിൽ എനിക്കെതിരെ ഒരു FIR പോലും വന്നിട്ടില്ല. അറിയോ? ഒരു FIR പോലും ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. ഒരു കുറ്റവാളി എന്നുള്ള നിലക്ക് ഒരു പോലീസ് സ്റ്റേഷനും ഞാൻ ഇത്രയും കാലം കയറി ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയ ആളാരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ? പറയിപ്പിക്കണ്ട. ഞാൻ അതിൻ്റെ രേഖകൾ മുഴുവൻ വളമ്പും. ഞാൻ ഇവിടെ വേറെയും പലതും വളമ്പും. ഞാൻ എന്നെ കൊണ്ട് വളമ്പിപ്പിക്കേണ്ടതാണ്. ഇനിയും വരാനുണ്ട്. ഇനിയും 2 കേസുകൾ നിനക്കെതിരെ വരാനുണ്ട്. 2 ആൾക്കാർ. നീ കൊടുത്ത 2 പണികളുടെ ഇത് വരാനുണ്ട്. നിയമത്തിൻ്റെ വഴി കൂടെ വരാനുണ്ട്. കാത്തു നിൽക്ക്. ഓക്കെ?